മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, "ഓ ജിബ്രീൽ, എവിടെ നിന്നാണ് ആ പരിമളം?" "അത് ഒരു ഖബറിൽ നിന്നാണ്." "ഖബറിൽ നിന്നോ?" "അതെ," ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി. "ഏത് പ്രവാചകന്റെ ഖബറാണത്?" "പ്രവാചകന്റേതൊന്നുമല്ല, അതൊരു അടിമപ്പെണ്ണിന്റെയും അവരുടെ 3 മക്കളുടെയും ഖബറാണ്. ഖിയാമത്ത് നാൾ വരെ ആ ഖബറിൽ നിന്നും ഈ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും." റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്ചര്യത്തോടെ മലക്കിനോട് ചോദിച്ചു, "ഇത്രയും വലിയ മഹോന്നതത്തിലെത്താൻ ആ അടിമപ്പെണ്ണ് എന്ത് പുണ്യമാണ് ചെയ്തത്?" ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവം വിവരിച്ചു. "അവൾ ഫിറഔനിന്റെ കൊട്ടാരത്തിലെ അടിമ സ്ത്രീയായിരുന്നു. പേര് മാഷിത. അവൾ ആരാരും അറിയാതെ മൂസാ നബിയിൽ വിശ്വസിച്ചു. ഒരു ദിവസം മൂസാ നബി അവളോട് പറഞ്ഞു, 'മാഷിത, നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം.' ഒരു ദിവസം അവൾ അവളുടെ മോളുടെ മുടി ചീകി കൊടുക്കാൻ ചീർപ്പ് കയ്യിലെടുത്ത ഉടനെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. ഇത് ഫറോവ അറിഞ്ഞു. തന്റെ കൊട്ടാരത്തിലെ ദാസി അടിമ പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ഫറോവയെ വല്ലാതെ അരിശം കൊള്ളിച്ചു. മാഷിതയെ വിളിച്ചു അതിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മാഷിത ബീവി പിന്തിരിഞ്ഞില്ല. എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഫറോവയും അനുയായികളും അവരെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനായി വലിയൊരു തീക്കുണ്ടാരം പണിതു. അതിൽ തീ കത്തിച്ചു. ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു. ആ അഗ്നികുണ്ടാരത്തിനരികെ മാഷിത ബീവിയെ കൊണ്ടുവന്ന് ഫിറഔൻ പറഞ്ഞു, "മാഷിത, ഇത് നിനക്കുള്ളതല്ല. നിന്റെ 3 മക്കളെയും ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ്. എന്തു പറയുന്നു നീ? നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്തിരിയുന്നോ ഇല്ലയോ?" "ഇല്ല ഇല്ല," മാഷിത ബീവി മറുപടി പറഞ്ഞു. "എന്നെയും എൻ്റെ 3 മക്കളെയും തുണ്ടം തുണ്ടമാക്കി കഷ്ണിച്ചാലും കത്തിക്കരിച്ചാലും ഞാൻ സ്വീകരിച്ച ഇസ്ലാമിൽ നിന്നും പിറകോട്ടില്ല." മാഷിത ബീവിയുടെ ഉറച്ച തീരുമാനം. ഇത് കേട്ട് രോഷാകുലരായ ഫറോവയും അനുയായികളും അഗ്നി കൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് മാഷിത ബീവിയുടെ 7 വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നു. ആ തിളക്കുന്ന എണ്ണയിലേക്ക് കുട്ടിയെ ഇട്ട് കരിച്ചു കളയാൻ അടുപ്പിനരികിൽ വെച്ച് ഫിറഔനിന്റെ കിങ്കരമാർ ചോദിച്ചു, "ഹേ മാഷിത, നിന്റെ കുട്ടിയെ ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ്. നീ മാറുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്ന്?" ഈ ഭയാനകത ഒരു മാതൃഹൃദയത്തിനും സഹിക്കാൻ സാധിക്കില്ല. പക്ഷേ മാഷിത ബീവി തൻ്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു, "മോളെ, നമ്മൾ സ്വീകരിച്ചത് ഏക ഇലാഹിനെയാണ്. പൊയ്ക്കൊള്ളൂ റബ്ബിൻ്റെ രാജസന്നിധിയിലേക്ക്. സ്വർഗീയാരാമത്തിൽ നമുക്ക് കണ്ടുമുട്ടാം." ഇത് കേട്ട ഫറോവയും കൂട്ടരും കുട്ടിയെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് കരിയിച്ചു കൊന്നു. 2ാമത്തെ കുട്ടിയെയും അതുപോലെ ആ മാതൃഹൃദയത്തിൻ്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തി. അപ്പോഴും മാഷിത പറഞ്ഞു, "ഞാൻ സ്വീകരിച്ചത് ഇസ്ലാമാണ്. ഏക ഇലാഹാണ്." അവൾ പിന്തിരിഞ്ഞില്ല. അവസാനം 7 മാസമുള്ള 3ാമത്തെ കുട്ടിയായ ചോര കുഞ്ഞിനെ എണ്ണയിലേക്കിടാൻ പോകവേ ആ മാതാവ് പൊട്ടി കരയാൻ തുടങ്ങി. താലൊലിച്ച് താരാട്ട് പാടി കവിളിൽ മുത്തം കൊടുത്ത് മടിയിൽ വെച്ച് ഉറക്കിയിട്ട് കൊതി തീർന്നിട്ടില്ല, ലാളിച്ച് ആശ തീർന്നിട്ടില്ല. എൻ്റെ കൊച്ചു പൈതലാണല്ലോ കത്തിക്കരിയാൻ പോകുന്നത്. വാവിട്ടു കരയുകയാണ് മാഷിത. അപ്പോൾ അതാ എണ്ണയുടെ അരികിൽ നിന്നും പിഞ്ചു പൈതൽ വിളിച്ചു പറയുന്നു, "ഉമ്മ, കരയല്ലേ. ഉമ്മ, വ്യസനിക്കല്ലേ. ഉമ്മ, നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാം അല്ലയോ. ഉമ്മ, റബ്ബിൻ്റെ സ്വർഗീയാരാമത്തിൽ നിന്നും കണ്ടുമുട്ടാം ഉമ്മ." കൊച്ചു പൈതലിൻ്റെ അത്ഭുത വാക്ക് കേട്ട് മാഷിത ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞു പൈതലിനെ വാരിയെടുത്ത് മുത്തം കൊടുത്തു. ശത്രുക്കളോടായി പറഞ്ഞു, "ഇല്ല ഇല്ല, ഞാൻ പിന്മാറില്ല. അല്ലാഹു അഹദ്." അങ്ങനെ ഈ കൊച്ചു പൈതലിനെയും കരിച്ചു കൊന്നു. തൻ്റെ 3 മക്കളെയും തൻ്റെ കൺമുന്നിലിട്ട് തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് കത്തിക്കരിച്ചപ്പോഴും തൻ്റെ വിശ്വാസത്തിൽ നിന്ന് അണു പിറകോട്ട് പോകാത്ത മാഷിത ബീവിയോടായി ഫറോവയുടെ ചോദ്യം, "മാഷിത, ഇനി നിന്നെയാണ് ഈ എണ്ണയിലേക്ക് എറിഞ്ഞ് കരിക്കാൻ പോകുന്നത്. പറയൂ, എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം?" അവൾ പറഞ്ഞു, "കത്തിക്കരിഞ്ഞ എന്നെയും മക്കളെയും നിങ്ങൾ ഖബറടക്കുമ്പോൾ എൻ്റെ ഖബറിൽ തന്നെ വെക്കണം." ജിബ്രീൽ ആ ചരിത്ര സംഭവം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞുകൊടുത്ത് അവസാനം പറഞ്ഞു, "ഇതാണ് നബിയെ ആ അടിമ സ്ത്രീ ചെയ്ത പുണ്യം. ഈ ഒരൊറ്റ കാരണത്താലാണ് അന്ത്യനാൾ വരെ ആ ഖബറിൽ നിന്നും സുഗന്ധം അടിച്ചു വീശുന്നത്." ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വളരെ ചെറുപ്പത്തിൽ സംസാരിച്ച 4 ആളുകളുണ്ട്. മറിയമിൻ്റെ പുത്രൻ ഈസ, ജുറൈജിൻ്റെ കൂട്ടുകാരൻ, യൂസുഫിൻ്റെ സാക്ഷി, ഫറോവയുടെ മകൾ മാഷിതയുടെ പുത്രി. മാഷിത ബീവിയുടെ കഥ ഇന്നും അനേകമുടങ്ങാത്ത ധൈര്യത്തിൻ്റെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും ചിഹ്നമായി നിലകൊള്ളുന്നു.
സത്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഒരുങ്ങുന്നവർക്ക് മാഷിത ബീവി പ്രചോദനമായിരിക്കും. നമുക്കുള്ള വിശ്വാസം നമ്മെ കൂടുതൽ ശക്തരാക്കുന്നുണ്ടോ? സ്വയം ചിന്തിക്കാനുള്ള സമയമായി.